സഫലമായ ജീവിതത്തിന് ധനം ആവശ്യമാണ്. ധനം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കൊക്കെ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ജീവസന്ധാരണത്തിന് ഉതകുന്ന ഒരു സംഗതിയാണ് ധനം എന്ന് പറയുന്നത്. അത് കണക്കിലധികം ധനം കുമിഞ്ഞുകൂടുന്നത് പാപമാണ്, ദുഃഖവും ആണ്. കാരണം ഒരുപാട് ധനം ഉണ്ടെങ്കിൽ അത് കൈവിട്ടു പോവോ, പിന്നെ അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കണം, ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കുട്ടി ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പൊ അത് ദുഃഖമാണ്. ഋഷിവര്യന്മാർ പറയുന്നുണ്ട്, ധനം ഉണ്ടാക്കാനും അത് കാത്തുവെക്കാനും നിലനിൽക്കാനും മനുഷ്യൻ ആജീവനാന്തം കഷ്ടതകൾ അനുഭവിക്കാം. അതായത് ധനം ഉണ്ടാക്കാൻ മനുഷ്യൻ കഷ്ടത അനുഭവിക്കണം, അത് നിലനിർത്താൻ മനുഷ്യൻ കഷ്ടത അനുഭവിക്കണം. ധനം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഉണ്ടാക്കാനും നിലനിർത്താനും അത് ഉപയോഗിക്കാനും അത് നല്ല രീതിയിൽ പ്രയോഗിക്കാനും ഒക്കെ നമ്മൾ എന്താണ്, കഷ്ടതകൾ അനുഭവിക്കണം എന്നാണ്. ദേവഗണങ്ങൾക്ക് കൊടുക്കുകയാണ് ദേവഗണങ്ങൾക്ക് കൊടുക്കുക, ബ്രാഹ്മണർക്ക് കൊടുക്കുകയാണ് ബ്രാഹ്മണർക്ക് കൊടുക്കുക, ബന്ധുജനങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് ബന്ധുജനങ്ങൾക്ക് കൊടുക്കാം, സ്വന്തം ആത്മാവിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ഈ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ അനുഭവിക്കാതെ, ഇങ്ങനെയൊക്കെ കൊടുക്കാതെ, മറ്റുള്ളവർക്ക് അനുഭവിക്കാതെ നമ്മൾ സമ്പാദിച്ചു വെച്ചത് ധനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗപ്രദമാകാതെ പോകുന്നതാണ്. ധനത്തിന് അർത്ഥം വരുന്ന എന്താന്ന് വെച്ചാൽ അത് വേണ്ട വിധം എന്തിനാണെങ്കിലും, സന്താനങ്ങൾക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോഴാണ് ധനം അർത്ഥവത്താകുന്നത്.